if there are 3 or 4 people giving us very objective good advice, there are 7 others out of 10 who are probably driven by some other considerations. Hi everyone, this is Rinsi from Groww Malayalam channel. നിങ്ങളിൽ എത്ര പേര് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാറുണ്ട്? അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം സ്റ്റോക്കിലോ മറ്റേതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇടുന്നതിന് മുമ്പ് ആരുടെ ഉപദേശം കേട്ടാണോ കണ്ണടച്ച് നിങ്ങളത് ചെയ്യുന്നത്, അവർക്ക് അതിനുള്ള യോഗ്യതയും വിവരവും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെ പണം സമ്പാദിക്കുന്നു ഇത് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങളുടെ പോക്കറ്റിനെ മോശമായിട്ട് ബാധിക്കാൻ കാരണമാകുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു കോൺഫറൻസിൽ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അതായത് ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് തീരെ മോശമാകുവാണെന്ന്. ആളുകൾ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമൊക്കെ ഇവർ കണ്ണടച്ച് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുത്തുവാണെന്നും, എന്നിട്ട് അവർ ലക്ഷക്കണക്കിന് പണം നേടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത്? മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? അപ്പം നമുക്ക് ഫസ്റ്റ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയോട് നിനക്ക് ആരാകണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പം ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ തീരെ കുറവാണ്. അവരിപ്പം യൂട്യൂബർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകണം എന്നാണ് പറയാറുള്ളത്. അതായത് സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആവണം അവർക്ക്. അതാണ് കോണ്ടന്റ് ഇക്കോണമിയുടെ ഒരു സ്വാധീനം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇത് പല തവണയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. COVID-19 ശേഷം ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആക്റ്റീവായിട്ട് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അവർ ലക്ഷക്കണക്കിന് അവർക്ക് ഫോളോവേഴ്സിനെ കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുമുണ്ട്. ഇൻഫ്ലുവൻസർ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ ശക്തമായിട്ടുള്ള ഒരു വാക്കാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വീഡിയോ കാണാറുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ കാണുന്ന കോണ്ടന്റുമായിട്ട് നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം ഒരുപാട് ലക്ഷക്കണക്കിന് വേറെ ആളുകളും ആ ഒരു കോണ്ടന്റ് കാണുന്നുണ്ട്. അവർ പറയുന്നതും നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമന്റ്സ് ഒക്കെ എഴുതി അവരെ നിങ്ങൾ പുകഴ്ത്തുന്നുണ്ട് അല്ലേ? അതേ ഒരാൾ ആ ഒരു ആപ്പിലോ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഫണ്ടിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം നല്ല ലാഭം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് കേൾക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? കാരണം നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ കുടുംബക്കാരെ അപേക്ഷിച്ച് അവർക്ക് ഫൈനാൻഷ്യൽ മേഖലയിൽ കൂടുതൽ അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് അല്ലേ? ബ്രാൻഡുകളാണെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവർ ആഡ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് അഫിലിയേറ്റ് ആക്കിയിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഫൈനാൻസ് ഇൻഫ്ലുവൻസർക്ക് പണം നേടാൻ 4 മെയിൻ സോഴ്സുകളാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് 4 മെയിൻ സോഴ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് അഫിലിയേറ്റ് ഇൻകം എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പല ഫൈനാൻസ് ഇൻഫ്ലുവൻസർമാരും വീഡിയോയിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ ഈ ഇൻഫ്ലുവൻസർമാരുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഈ ബ്രോക്കറേജിലേക്കുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല ലിങ്ക്സും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ലിങ്കൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു ബ്രോക്കറേജിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ട്രേഡിലും കിട്ടുന്ന ബ്രോക്കറേജിൻ്റെ 10 മുതൽ 30% ഇൻഫ്ലുവൻസേഴ്സിനാണ് പോകുന്നത്. അപ്പോൾ റെഫറൽ മാർക്കറ്റിംഗ് വഴി ബ്രോക്കറേജിന് ക്ലയൻസ് നേടാനൊരു എളുപ്പ വഴിയാണിത്. അപ്പോൾ അഫിലിയേറ്റ് വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബേഴ്സൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ കോണ്ടന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അഫിലിയേറ്റിൻ്റെ ട്രേഡ് നെറ്റ്വർക്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബേഴ്സ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ട്രേഡ് ചെയ്യണം എന്നാണ് അവർ താല്പര്യപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരാൾ മാത്രം പറയുന്നത് കേട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ സ്വയം ഉറപ്പാക്കണം. ഇപ്പം നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഒരു സ്റ്റോക്കിൽ ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ സ്കീമോ നിർദ്ദേശിക്കുമ്പോൾ അവരോടുള്ള വിശ്വാസം അല്ലെങ്കിൽ താല്പര്യം കൊണ്ട് അതിൽ നിങ്ങൾ പണം ഇടരുത്. മറിച്ച് ആ ഒരു ബിസിനസ്സിന്റെ റെഡ് ഫ്ലാഗ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഫണ്ടൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഉപദേശം കേട്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്തിട്ട് കമ്പനിയുടെ ആനുവൽ അതുപോലത്തെ ക്വാർട്ടർലി റിപ്പോർട്ടുകൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കസ്റ്റമറിന്റെ ബ്രോക്കറേജ് ഒരു അഫിലിയേറ്റിനെയും കൂടാതെ ഈ ബ്രോക്കറേജ് ഷെയറിംഗ് മോഡലിലൂടെ കസ്റ്റമറിന് നേടിയ ഒരേ ഒരു വലിയ ഡിസ്കൗണ്ട് ബ്രോക്കർ ഗ്രോ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ആരും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട എന്നതാണ്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് മാർക്കറ്റിൽ പണം ഉണ്ടാക്കണമെങ്കിൽ
അറിയണമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം ലോങ് ടേമിലേക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അതായത് ഇടയ്ക്കിടയ്ക്ക് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റിയുടെ വിശ്വാസത്തിലല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാകണം. ഇനി ഫിൻ ഇൻഫ്ലുവൻസർമാർക്ക് വരുമാനം നേടാനുള്ള മറ്റൊരു വഴി പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ആണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ബ്രാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോ, റീൽസ്, ട്വിറ്റർ പോസ്റ്റിലൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഒരു ബ്രാൻഡിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ലോകത്തിൽ ഇതിന് ഇന്റഗ്രേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ വീഡിയോയിൽ പെയ്ഡ് പ്രൊമോഷൻ ലേബൽ ഉപയോഗിക്കണമെന്ന് യൂട്യൂബ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ വീഡിയോകളിൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് പണം ഒന്നും വാങ്ങാതെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വ്യൂവേഴ്സിന് ഏതാണ് സത്യം എന്നറിയാൻ പാടാണ്. സോ ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് അല്ലാതെ മറ്റു സോഴ്സിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടാകാം. ഇനി ഫിൻ ഇൻഫ്ലുവൻസർമാരുടെ മൂന്നാമത്തെ വരുമാന സോഴ്സ് കോഴ്സും വർക്ക്ഷോപ്പും ആണ്. ഇന്ന് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് അനാലിസിസ്, വാല്യുവേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഇൻഫ്ലുവൻസർമാരുണ്ടാക്കി സബ്സ്ക്രിപ്ഷൻ മോഡൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ സാധാരണയായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേണിംഗ് സോഴ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടാത്ത കോണ്ടന്റ് ഒന്നും തന്നെ ഈ കോഴ്സിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പണം കൊടുക്കുന്നതുകൊണ്ട് ഫ്രീ കോഴ്സിനേക്കാളും ഇത് നമ്മൾ കൂടുതൽ വാല്യൂ നമ്മൾ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പെയ്ഡ് കോഴ്സുകൾ എപ്പോഴും ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് എന്തായാലും. അപ്പോൾ ഈ കോഴ്സുകൾ സ്വയം വിൽക്കാതെ പല ഇൻഫ്ലുവൻസേഴ്സും മറ്റേതെങ്കിലും ബ്രാൻഡ് അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസിന് വേണ്ടി കോഴ്സുകൾ ഉണ്ടാക്കും. അങ്ങനെ അവർക്ക് വൺ ടൈം അതിൽ നിന്ന് പൈസ കിട്ടും, അല്ലെങ്കിൽ വൺ ടൈം പ്ലസ് മാസത്തിൽ വരുമാനം ഷെയർ ചെയ്യുന്ന രീതിയിലും അവർക്ക് പണം കിട്ടാറുണ്ട്. ഇനി ഫിൻ ഇൻഫ്ലുവൻസർമാരുടെ നാലാമത്തെ വരുമാന സോഴ്സാണ് മറ്റു ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ കോണ്ടന്റിലെ ആങ്കർ, സ്പീക്കർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ പല ഫേമസ് ഇൻഫ്ലുവൻസർമാരും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇവന്റിൽ പങ്കെടുക്കുന്നതിന് പണം മേടിക്കാറുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളായ സ്ഥിതിക്ക് ജീവിതത്തിൽ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സമയത്തിന് ഇൻഫ്ലുവൻസർമാർ പണം ഈടാക്കുന്ന ആവശ്യം തന്നെയാണ്. അപ്പോൾ BFSI അല്ലെങ്കിൽ മറ്റ് ഫിൻടെക് ബ്രാൻഡുകൾക്ക് വേണ്ടി പല ഇൻഫ്ലുവൻസേഴ്സും വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അറിവ് നൽകാനുള്ള കോണ്ടന്റ് ആണ് ഈ ട്രെയിനിങ്ങിൽ പറയുന്നത്. എന്നാൽ ഇൻഫ്ലുവൻസേഴ്സ് ഒരു പ്രത്യേക സ്കീം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അതിന്റെ റിസ്കുകളും പ്രശ്നങ്ങളും പറയാതെ ഒരുപാട് അങ്ങ് പുകഴ്ത്തുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ കാര്യങ്ങളിൽ റിസ്കുകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ എക്സ്പേർട്ട് ആകണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഇൻഫ്ലുവൻസേഴ്സ്മാർ വരുമാനം ഉണ്ടാക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിലെ ആഡ്സിലൂടെയും ഇൻഫ്ലുവൻസർമാർ വരുമാനം നേടുന്നുണ്ട്. പക്ഷെ നമ്മൾ മുകളിൽ പറഞ്ഞ സോഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബ് ഇൻകം ഇൻഫ്ലുവൻസേഴ്സിന് മന്ത്ലി ഇൻകത്തിൻ്റെ ഒരു 5 മുതൽ 10% കൂടുതൽ എന്തായാലും വരില്ല. അപ്പം ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. ഒരാൾ കഷ്ടപ്പെട്ട് കോണ്ടന്റ് ഉണ്ടാക്കി നമ്മുടെ വിശ്വാസം നേടുന്നു, അവരുടെ കഷ്ടപ്പാടിനുള്ള പണം അത് നേടിയെടുക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്, ഇല്ലേ? അവർക്കുണ്ട്. പക്ഷേ അതേ സമയത്ത് പണത്തിന് വേണ്ടി ഫോളോവേഴ്സിന് തെറ്റായ ഉപദേശങ്ങൾ കൊടുക്കരുത് എന്നൊരു ഉത്തരവാദിത്വം അവർക്കില്ലേ? അപ്പോൾ ഇൻഫ്ലുവൻസർമാർക്ക് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, നിർബന്ധമായിട്ട് അത് ഏറ്റെടുക്കണം. പക്ഷേ മിക്ക ഇൻഫ്ലുവൻസർമാരും ഏതെങ്കിലും ബ്രാൻഡിനെയോ ആപ്പിനെയോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ്, മണി മാനേജ്മെന്റ് എന്നീ ഫൈനാൻസ് കോണ്ടന്റിൽ വീഡിയോസ് ഉണ്ടാക്കുന്ന യൂട്യൂബർ ആണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയിലും ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ പണം മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഉപദേശം കൊടുക്കുകയാണ്. ഇനിയിപ്പം ഒരു പുതിയ ബ്രാൻഡ് നാളെ വന്ന് ഈ യൂട്യൂബറിനോട് പറയാണ് അവരുടെ ആപ്പിൽ ആളുകൾക്ക് 12% റിട്ടേൺ കൊടുക്കാമെന്നും അവരുടെ ആപ്പ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. എത്ര ഇൻഫ്ലുവൻസർമാർ കമ്പനിയും അതുപോലെ തന്നെ ബിസിനസ്സിനെ കുറിച്ച് നന്നായി അന്വേഷിച്ച് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യും? അപ്പം ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ, അതായത് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു നിർമ്മല സീതാരാമന്റെ അഭിപ്രായത്തിൽ 10 ഫിൻ ഇൻഫ്ലുവൻസർമാരിൽ 3 അല്ലെങ്കിൽ 4 പേര് മാത്രമേ ജെന്യൂൻ ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്നുള്ളൂ. അടുത്ത കാലത്ത് ചില ഇൻഫ്ലുവൻസേഴ്സ് പണം വാങ്ങിയിട്ട് ഒരു പ്രത്യേക സ്റ്റോക്ക് വാങ്ങാൻ നിർദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പമ്പ് ആൻഡ് ഡംപ് സ്കീമിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീമിൽ ചതിക്കുന്നവർ തന്നെ കമ്പനിയുടെ ഷെയർസ് വളരെ ചെറിയ വിലയ്ക്ക് വാങ്ങും. അതുപോലെ തന്നെ സ്റ്റോക്കിന് മാർക്കറ്റിൽ ഫേക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഇവർ ഉയർന്ന വിലയ്ക്ക് അവരുടേത് വിൽക്കും. അങ്ങനെ അവർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ചതിക്കും. കൂടാതെ പല ക്രിപ്റ്റോ റിലേറ്റഡ് സ്കാമുകളിലും ഇൻഫ്ലുവൻസേഴ്സിന് വലിയ പങ്കുണ്ടെന്ന് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിലാണ് നടക്കുന്നത്. ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണത്തിന് പകരം ഒരു മൂല്യമില്ലാത്തൊരു കോയിനെ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിനെ ഷിറ്റ് കോയിൻസ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മീം കോയിൻസ്.
ഇപ്പോൾ ഒരു റീസെൻറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്യം മരിച്ചപ്പോൾ 40-ലധികം റോയൽ തീമിലുള്ള മീം കോയിൻസ് ഉണ്ടാക്കി. ചിലതൊക്കെ 15,000% മൂല്യവർദ്ധന ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൊമ അടിച്ച ഈ ഒരു കോയിൻസിൽ ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇങ്ങനെയുള്ള കോയിൻസിന്റെ അവസാനം എന്താ വരുന്നത് നിങ്ങൾക്കറിയോ? പമ്പ് ആൻഡ് ഡംപ് സ്കീമാണ്. അപ്പോൾ ഒരു റിസർച്ചും ചെയ്യാതെ ആർത്തി കൊണ്ടോ ഫൊമോ കാരണോ ഈ ഒരു കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നഷ്ടം എന്തായാലും നിങ്ങൾ ലാസ്റ്റ് സഹിക്കേണ്ടി വരും. രണ്ടാമത്തത്, ഒരു ഇൻഫ്ലുവൻസർ ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്തായിരുന്നു. അത് പൂട്ടിപ്പോയി. അപ്പോൾ അത് കാരണം ഇൻവെസ്റ്ററുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ ഇൻഫ്ലുവൻസർ ഫിക്സഡ് റിട്ടേൺ ഉറപ്പ് കൊടുത്തുകൊണ്ട് ഒരു ക്രിപ്റ്റോ മാർക്കറ്റ് പ്ലേസ് വളരെയധികം പ്രൊമോട്ട് ചെയ്തു. അതേ ഉറപ്പ് മറ്റ് പല ഇൻഫ്ലുവൻസേഴ്സ് പറയുകയും ചെയ്തു. പക്ഷേ ഒറ്റ രാത്രിയും കൊണ്ട് ഈ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പൂട്ടിപ്പോയി. അങ്ങനെ പലരുടെയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരുപാട് പണം ഇവിടെ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രോ പോലെയുള്ള പ്ലാറ്റ്ഫോംസ്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ബാക്കി പാർട്ടിസിപ്പൻസ് ഒക്കെ സെബി റെഗുലേറ്റഡ് ആണ്. പക്ഷേ ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് ഇതുപോലൊരു എസ്റ്റാബ്ലിഷ് എക്കോ സിസ്റ്റം ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം പൂട്ടിപ്പോയാലും ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണെന്ന് ഒരു ഉറപ്പില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്രോക്കേഴ്സ് നാളെ പണി നിർത്തിയാലും നിങ്ങളുടെ സ്റ്റോക്കുകൾ CDSL അല്ലെങ്കിൽ NSDLന്റെ അടുത്ത് സേഫ് ആണ്. അതുകൊണ്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ക്രിപ്റ്റോയിൽ ഇല്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇനി അവസാനമായിട്ട് ഫിൻ ഇൻഫ്ലുവൻസർമാർ ഡയറക്റ്റ് ഇൻവോൾവ് ആവുന്നില്ലെങ്കിലും അവരുടെ പേര് ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു സ്കാം ഉണ്ട്. അപ്പോൾ സ്കാം ചെയ്യുന്ന ഒരാൾ ആ ഒരു ഫേമസ് ഇൻഫ്ലുവൻസറിന്റെ പോലത്തെ യൂസർ നെയിം ഉണ്ടാക്കി അവരുടെ പ്രൊഫൈൽ പിക്ചർ കോപ്പി ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഫോളോ റിക്വസ്റ്റ് അയക്കും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വളരെ പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ട്രേഡിംഗ് മാർഗം നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇതൊരു സ്കാം ആണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് അവരുടെ കോഴ്സും സ്ട്രാറ്റജിയൊക്കെ വിൽക്കുന്നല്ലോ എന്ന്. പക്ഷെ നിങ്ങളിവിടെ ഓർക്കുക, ഇത് അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ ചതിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ റിപ്പീറ്റ്ലി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സോ തട്ടിപ്പുകാർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് ആളുകളെ ചതിക്കാൻ കഴിയില്ല. പക്ഷേ പല ഇൻഫ്ലുവൻസർമാരും ഇത് വേണ്ട രീതിയിൽ ചെയ്യാറില്ല. അങ്ങനെയാകുമ്പോൾ ആർക്കാണ് അതിന് നഷ്ടം വരുന്നത്? ഇപ്പോൾ എന്നെ പോലെ അതുപോലെ നിങ്ങളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് അൾട്ടിമേറ്റ്ലി ഇത് സഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് നെഗറ്റീവ് പറയുക എന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും മോശമാണെന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാത്തവരാണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞ പോലെ ജെന്യുവൻ അഡ്വൈസ് തരുന്ന ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. പക്ഷേ ആരിൽ നിന്ന് അഡ്വൈസ് എടുക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ഒരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ മാത്രം നോക്കാതെ പല ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ച് ഫാക്ട്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. Social influencers, influencers are all out there, but a very strong sense of caution is required in each one of us to make sure that we do double checking, counter checking, talking with people. Don't go as a flock into something because somebody else has gone and you also go without doing your due diligence. We have to be careful. It's our hard worked money. You earned it, you save it, you protect it. ലാസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറി ഗൈഡ്ലൈൻസ് നൽകാൻ വേണ്ടി സെബി റിസർച്ച് അനലിസ്റ്റ് സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഇതൊരു എക്സാം ഉണ്ട്, അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സെബി സർട്ടിഫിക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതൊരു എക്സാം ക്ലിയർ ആവുക മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ഫൈനാൻസ് ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവർ സെബി സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് ഒന്നുമല്ല. എന്നാലും ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ അവരുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്രൊഫഷണലായിട്ട് സാമ്പത്തിക ഉപദേശം നൽകാൻ വേണ്ടി സെബി ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. അത് പാസ്സായ സെബി സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് ലൈസൻസ് കിട്ടും. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു ഇൻഫ്ലുവൻസർ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അവർക്കൊരു പ്രത്യേക വിഷയത്തിൽ ഉപദേശം തരാൻ മാത്രം എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്തായാലും നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമല്ലേ, അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കിയിട്ടാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പറയുക, അതായത് ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫിൻ ഇൻഫ്ലുവൻസർ എന്നുള്ളത് കമൻസിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാം. സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.